പിന്നെ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും 40 വയസ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ 40 വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അയ്യോ ഡോക്ടറെ ശരീരത്തിന് ഭയങ്കര വേദന, ശരീരം മൊത്തം ക്ഷീണം, ശരീരത്തിൽ മുഴുവൻ നീര്, കൈക്കും കാലിനും മുട്ടിനും എല്ലാം വേദന, എല്ലാ ജോയിൻസിനും വേദന, മുടി കൊഴിയുന്നു, ശരീരം പെട്ടെന്ന് വണ്ണിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റിങ് ചെയ്ത്, ഒരുപാട് സ്കാനിങ് ചെയ്ത്, ഒരുപാട് ഡോക്ടർമാരെ കണ്ട്, ഒരുപാട് ആശുപത്രികളും കയറി ഇറങ്ങി നടക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക, ഇതൊന്നും രോഗമല്ല, ഇതെല്ലാം നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്നൊരു വാണിംഗ് ആണ്. എന്തിനാണെന്നറിയാമോ? എടോ, ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും എനിക്ക് വേണ്ടി മാറ്റി വെക്കൂ എന്ന് ശരീരം നിങ്ങളോട് പറയാതെ പറയുന്നതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ കേരളത്തിലെ എല്ലാ അമ്മമാരും എന്നെ കാണാൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ ഡോക്ടർ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം, കൊച്ചിനെ 7:30 വിടണം, അത് കഴിയുമ്പോൾ ഭർത്താവിനെ ഓഫീസിൽ പറഞ്ഞു വിടണം, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം, അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, വീട്ടിലെ പശുവിനെ നോക്കണം, ആടിനെ നോക്കണം, ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കാൻ മറന്ന ഒരാളുണ്ട്. അത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്നേ ഈ അസുഖം മാറുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരും ഓരോ ദിവസം കഴിയും തോറും ചെറുപ്പമായി വരുന്നില്ല. 20 വയസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് 25 വയസ്സിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് 30 വയസ്സിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രായം എന്ന് പറയുന്നത് ഒരിക്കലും കുറയത്തില്ല, കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 25 വയസ്സിൽ ഈ പറഞ്ഞ ഈ വലിയ ലിസ്റ്റിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല, നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ 30 വയസ്സാകുമ്പോൾ, 35 വയസ്സാകുമ്പോൾ, 40 വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മളൊരു പരിഗണന കൊടുക്കണം. നമ്മൾ ആരോഗ്യമായിട്ടിരുന്നാലേ നമ്മളെ സ്നേഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്ന, ആർക്കാണോ നിങ്ങൾ ഈ ജോലിയെല്ലാം ചെയ്തു കൊടുക്കാൻ നോക്കുന്നത്, അവർക്കെല്ലാം ബുദ്ധിമുട്ടാവും. ഇത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ. നിങ്ങൾ ദൈവം കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ഗർഭം ധരിക്കേണ്ടവരായതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് പൊതുവെ ഇമ്മ്യൂണിറ്റിയും അങ്ങനത്തെ പല കാര്യങ്ങളും പുരുഷന്മാരെക്കാളും കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീനോമിക് സ്ട്രക്ചർ അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അത് മാത്രമല്ല, ഈ 40 വയസ്സ് എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്. എന്താണെന്ന് വെച്ചാൽ 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റെറോൺ എന്നീ പറയുന്ന കുറെ ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസിലെല്ലാം ഭയങ്കരമായ വ്യത്യാസം സംഭവിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നത്. സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നതല്ല, സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോൺ വേരിയേഷൻസ് 40 വയസ്സിന് ശേഷം ഉണ്ടാവും. അതുകൊണ്ട് 40 വയസ്സിന് ശേഷം നിങ്ങൾ ആദ്യം നിങ്ങളെ നോക്കുക എന്ന് കരുതി എല്ലാ ദിവസവും 4-5 മണിക്കൂർ നിങ്ങളെ നോക്കണമെന്നല്ല പറയുന്നത്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വീടിന് ചുറ്റും ഒരു 10-15 മിനിറ്റ് നടക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കായി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ മാറ്റി വെക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്നല്ല, കൃത്യസമയത്ത് കൃത്യമായി ഭക്ഷണം കഴിക്കുക. ഒരു 35 വയസ്സിന് ശേഷം നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റ് എമൗണ്ട് കാൽസ്യം കഴിക്കുക. കാൽസ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ കാൽസ്യം ഗുളിക കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു കൃത്യമായ ചാർട്ട് ഉണ്ടാക്കി നിങ്ങളത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കഴിക്കുക. നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങളുടെ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ മറക്കത്തില്ലല്ലോ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലഞ്ച്, ഒരു ഡിന്നർ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ് ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെ എല്ലാ ആശുപത്രിയിലും കയറി പീഡിയാട്രീഷ്യൻ ഒഴിച്ച് ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെയും കാണേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലാതെ എനിക്ക് ഭയങ്കര ശരീരവേദനയാണ്, അപ്പുറത്ത് അമ്മണി ചേച്ചി പറഞ്ഞു എനിക്ക് തൈറോയ്ഡ് ഉണ്ടാകും, അതുകൊണ്ട് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. അടുത്തത് അപ്പുറത്തെ ഗോമതി ചേച്ചി പറഞ്ഞു എനിക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നമായിരിക്കും, ഫാറ്റി ലിവർ ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. അടുത്ത സുഭദ്ര ചേച്ചി പറഞ്ഞു എനിക്ക് ആർത്രൈറ്റിസിന്റെ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് ആർത്രൈറ്റിസ് ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ഒരു പരിഗണന കൊടുക്കുക. നിങ്ങൾ ആ പരിഗണന നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ശരീരം നിങ്ങളോട് തിരിച്ച് നീതി ചെയ്യൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി. ഇത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാലും പോരാ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ കുട്ടിയെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം കുടുംബം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മാത്രമായ കാര്യങ്ങൾ ചെയ്യാൻ പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരെ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അല്ലാതെ ഈ എല്ലാ ടെസ്റ്റും ചെയ്ത് എല്ലാ ഡോക്ടർമാരെയും കാണേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞുതരാം. നിങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ 50% അസുഖങ്ങൾക്ക് യാതൊരു മരുന്നിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള 50%-ൽ 50%-ന് റെസ്റ്റ് എടുത്താൽ മാത്രം മതി.
അതുകൊണ്ട് എല്ലാ അസുഖമായിട്ട് എല്ലാ ഡോക്ടറെയും എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അസുഖങ്ങൾക്കുള്ള ചികിത്സ നിങ്ങൾ തന്നെയാണ്, അത് മനസ്സിലാക്കുക. ചില അസുഖങ്ങളിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ, നിങ്ങളുടെ പാർട്ട്ണർ എന്ന് ഞാൻ പറയുമ്പോൾ ഭർത്താവ് മാത്രമല്ല, നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അമ്മാവനും നിങ്ങളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും കുട്ടികളും എല്ലാം അതിൽ പെടും. അവരെല്ലാം കൂടെ നിങ്ങൾ സഹായിക്കേണ്ടി വരും. പക്ഷെ മിക്ക മറ്റ് രോഗങ്ങളിലും നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനാവും. അങ്ങനെ ആവാത്തൊരു ഘട്ടം വന്നാൽ മാത്രം ഡോക്ടറെ കാണാൻ ശീലിക്കുക. സോ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാര്, പ്രിയപ്പെട്ട ചേച്ചിമാര് എല്ലാവരും ഒരു 40 വയസ്സിന് ശേഷം സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. എങ്ങനെയാണ് ഈ അരമണിക്കൂർ മാറ്റി വെക്കേണ്ടത്, അല്ലെങ്കിൽ അരമണിക്കൂറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ശരിക്കും ഇതൊരു വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു വിഷമമാണ്. ആ വിഷമം ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ അമ്മമാരെന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ചെയ്യുന്ന ജോലിക്ക് ഒരു കൃത്യമായ കൂലി കിട്ടാത്തവർ. നമ്മൾ നഴ്സുമാരെ കുറിച്ച് പറയും, അവരൊരുപാട് ജോലി ചെയ്യും, പക്ഷെ അവർക്ക് അർഹിക്കുന്ന ശമ്പളമോ അല്ലെങ്കിൽ അവരർഹിക്കുന്ന ബഹുമാനമോ ഒരിടത്തൊന്നും കിട്ടൂല. അങ്ങനത്തെ ഒരു കൂട്ടരാണ് നമ്മുടെ വീട്ടിലെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ. സോ നിങ്ങളുടെ ശരീരം കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. കാരണം ഞാനിത് എൻ്റെ പേഷ്യൻസ് ആയിട്ട് വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ആളുകളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഒരു 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങുക ആരോഗ്യത്തെക്കുറിച്ച്, എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന്, എങ്ങനെ എന്താ പറയാ, നടക്കണം, ഓടണം, ചാടണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല. 30 വയസ്സ് കഴിഞ്ഞവർ അതൊക്കെ പ്ലാൻ ചെയ്യാം. 40 വയസ്സ് കഴിഞ്ഞവര് ഇപ്പൊ നമ്മുടെ ശരീരം അങ്ങനെ ഉണ്ട്, ആ ശരീരത്തിനെ നമുക്ക് എങ്ങനെ ഒന്ന് റീബൂട്ട് ചെയ്യാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും മരിക്കാതെ ആരും ഇരിക്കില്ല. പക്ഷെ മരിക്കുന്നത് പോലെ നന്നായി ജീവിക്കാൻ പറ്റുക, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റുക, അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. സോ അതിന് നമുക്ക് വേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആരോഗ്യകരമായ ഒരു മനസ്സും ആരോഗ്യകരമായ ഒരു ശരീരവും. ഈ ആരോഗ്യകരമായ മനസ്സ് പലപ്പോഴും നമ്മുടെ ഉണ്ട്, പക്ഷെ ആരോഗ്യകരമായ ശരീരം നമ്മുടെ കയ്യിൽ തന്നെയാണ്. സോ അതെല്ലാവർക്കും ഉണ്ടാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.